സാങ്കേതിക സർവകലാശാലയിലും വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് തുടരുന്നു. VC വിളിച്ച ഫിനാൻസ് കമ്മിറ്റി യോഗം കോറം തികയാത്തതിനെ തുടർന്ന് മാറ്റിവെച്ചു. 14 പേർ അടങ്ങുന്ന കമ്മിറ്റിയിൽ 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. അക്കാദമിക് ഡീൻ, റിസർച്ച് ഡീൻ ഇൻചാർജ് എന്നിവരും പങ്കെടുത്തില്ല. വിവരം ചാൻസലറെ അറിയിക്കുമെന്ന് VC A ശിവപ്രസാദ് പറഞ്ഞു. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഇന്ന് കൂടാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരും അറിയിച്ചു. 14ഓളം മെമ്പർമാരുണ്ട്. 5 പേരുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോറം തികയും. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റിയിൽ ബജറ്റ് പാസ്സാക്കി, അടുത്ത നടക്കാനിരിക്കുന്ന സിൻഡിക്കേറ്റിൽ അത് പാസ്സാക്കി, ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ വെച്ച് അതിലും പാസ്സാക്കി ഈ കൊല്ലത്തെ ബജറ്റ് പാസ്സാക്കാനുള്ള ശ്രമമായിരുന്നു. 5 പേരാണ് കോറം, 4 പേരുമാണ് വന്നത്. കോറം തികയാത്ത കാരണം അത് പിരിച്ചുവിട്ടു. അടുത്ത ആഴ്ച ഒരു സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടി ഒന്നുകൂടി ബജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പെൻഷൻകാർക്ക് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇത് പാസ്സാക്കാത്തത് കൊണ്ട് മാത്രമാണ്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഈ സിൻഡിക്കേറ്റ് ചേരാത്തത് കൊണ്ടാണ്, ഈ ബജറ്റ് പാസ്സാകാത്തത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽ സാങ്കേതിക സർവകലാശാലയുള്ളത്. അതൊരു ഗുരുതര പ്രതിസന്ധിയാണ്. അത് തുടരും അല്ലേ? തന്നെ തീർച്ചയായും കഴിഞ്ഞ കുറേ കാലമായി തുറന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലും തുടരുന്നത്. ഈ A ശിവപ്രസാദ് വൈസ് ചാൻസലറായി, താൽക്കാലിക വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്തത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സർവകലാശാല അഭിമുഖീകരിക്കുന്നത്. അതിനിടയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം പൂർണ്ണമായും റദ്ദ് ചെയ്യാൻ ഗവർണറോട് ആവശ്യപ്പെട്ട് ഗവർണറുടെ ഹർജി തള്ളിയത്. അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധി മുൻനിർത്തിയാണ് ഗവർണർ ഇക്കാര്യത്തിൽ ശിവപ്രസാദിനെയും സിസ തോമസിനെയും വീണ്ടും നിയമിച്ചത്. അതിൽ ടെക്നിക്കൽ സർവകലാശാലയിൽ പ്രസാദ് വീണ്ടും വൈസ് ചാൻസലറായി എത്തിയതിനു ശേഷമാണ് പുതിയ നടപടികളും നീക്കങ്ങളും നടത്തി തുടങ്ങിയത്. അതിനിടയിലാണ് രജിസ്ട്രാർ നിലവിൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു താൽക്കാലിക രജിസ്ട്രാറെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ PA കൂടിയായ ആളെ തന്നെ താൽക്കാലിക രജിസ്ട്രാറായി വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാനുള്ള തീരുമാനം എടുത്തത്. സിൻഡിക്കേറ്റിന്റെയും ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്നതാണ് ഈ ഫിനാൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ യോഗമാണ് ഇന്ന് ചേരാൻ കഴിയാതെ പിരിയേണ്ടി വന്നത്. കോറം തികക്കാൻ 5 അംഗങ്ങളുടെ എണ്ണം എങ്കിലും വേണം, അറ്റൻഡൻസ് ഹാജർ നിലയെങ്കിലും വേണം. പക്ഷേ 4 പേർ മാത്രമാണ് നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഡീൻമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തുമില്ല. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടയിലാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്ന വൈസ് ചാൻസലർ ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നത്തെ സാഹചര്യം അത് ചാൻസലറെ കൂടി അറിയിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും സിൻഡിക്കേറ്റ് യോഗവും ചേരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തുടരുകയാണ്. VC-യുടെ ചില നടപടികൾ നേരത്തെ ഈ ശിവപ്രസാദിനെ താൽക്കാലിക VC-യായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തുടങ്ങിയ വലിയ തർക്കവും പ്രതിസന്ധിയുമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയുന്ന സാഹചര്യം ആയിരിക്കില്ല നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യം ഇനിയും അത് കൂടുതൽ അതായത് ഇപ്പം ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ, നിരവധി പേർക്ക് പെൻഷന്റെ കാര്യത്തിൽ, വൈദ്യുതിയുടെ കാര്യത്തിൽ, ഒപ്പം തന്നെ ഇന്റർനെറ്റ് കാര്യം വരെ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൂടി ഒന്ന് വിശദീകരിക്കാം. തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കം തന്നെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ കഴിഞ്ഞ തവണയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെയാണ് ഇപ്പോഴും സർവകലാശാലയിൽ തുടരുന്നത്. നമ്മൾ ഈ കേരള സർവകലാശാലയിലും ഒപ്പം തന്നെ സിസ തോമസ് വൈസ് ചാൻസലറായിരിക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയിലും ഒക്കെ കാണുന്നതിന് സമാനമായ രീതിയിൽ സ്വന്തം താല്പര്യങ്ങളുടെ പേരിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് സിൻഡിക്കേറ്റിന്റെ പ്രധാന ആക്ഷേപവും അത്തരത്തിലുള്ള വിമർശനവും സിൻഡിക്കേറ്റ് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പൂർണ്ണമായും VC-യെ ബഹിഷ്കരിക്കുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് വീണ്ടും ശിവപ്രസാദ് വൈസ് ചാൻസലറായി വെക്കുന്നത്. ഇതിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത് ഈ നിലവിലെ വൈസ് ചാൻസലറെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളെയോ വൈസ് ചാൻസലറായി നിയമിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഗവർണർക്ക് ഇറക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വാശി തുടർന്ന് കൊണ്ട് തന്നെയാണ് ശിവപ്രസാദിനെ വീണ്ടും സർവകലാശാലയിൽ താൽക്കാലിക VC-യായി ഗവർണർ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഗവർണർക്ക് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഗവർണർ തുടരുന്ന ഒരു, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നപ്പോഴും ഇപ്പോൾ അർലേക്കർ ഗവർണർ ആയിരുന്നപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കടുത്ത നിലപാട്, സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ നിലപാട്, അത് തുടർന്നു തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്. അതിൽ ഒരു മാറ്റം ഉണ്ടാകാതെ ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധി അയവ് ഉണ്ടാകാൻ ഉള്ള സാധ്യത നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സ്ഥിരം VC നിയമനവുമായി സർക്കാർ മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഈ താൽക്കാലിക VC-മാരുമായി
നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വിവിധ സർവകലാശാലയിൽ നടക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ സാങ്കേതിക സർവകലാശാലയിലും ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ശമ്പളമോ പെൻഷൻ തുകയോ കൊടുക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ആ പ്രതിസന്ധി മാറുന്നു. ഒപ്പം തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാരെ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് നിലവിൽ സാങ്കേതിക സർവകലാശാലയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ധന്യ. ശരി വിജയൻ.